الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون؟ صدق الله العظيم. لا يزني الزاني حين يزني وهو مؤمن، ولا يسرق السارق حين يسرق وهو مؤمن، ولا يشرب الخمر حين يشربها وهو مؤمن. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എപ്പോഴും സാന്ദർഭികതയുള്ള ഒരു വിഷയത്തിലുള്ള ഉപദേശമാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടേതായി ഇന്ന് ഉണർത്താനുള്ളത്. മറ്റൊന്നുമല്ല, ലഹരിയുടെ വിപത്ത് അത്യാപത്താണ് എന്ന സന്ദേശം. ലഹരി വിപത്തുകൾ വ്യാപിച്ച കാലത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഉണർത്തലാണ്. എക്കാലത്തും ലഹരി മനുഷ്യനും സമുദായത്തിനും രാജ്യത്തിനൊക്കെ വളരെയേറെ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ കൂടുതലായി അത് കണ്ടുവരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയുമാണ്. വ്യക്തിക്കും കുടുംബത്തിനും അയൽവാസിക്കും സമൂഹത്തിനും രാജ്യത്തിനും സർക്കാരിനുമെല്ലാം വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്ന അപകടകാരികളാണ് ലഹരി. ഇപ്പൊ അടുത്ത് നമ്മളെയൊക്കെ വളരെ കൂടുതൽ ഞെട്ടിപ്പിച്ച ദുഃഖവാർത്തകൾ ഒന്ന് രണ്ടെണ്ണം. അതിലൊന്ന്, ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊന്ന് 4-മത്തെയാളെ ജീവച്ഛവമാക്കിയ അയൽവാസി ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടായിരുന്നു അത് ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ ഒരു മുസ്ലിം കുടുംബത്തില് ഏക മകൻ പെറ്റുപോറ്റി വളർത്തിയ ഉമ്മയെ കൊടുവാള് കൊണ്ട് വെട്ടിക്കൊന്നു. അവൻ ലഹരിക്ക് അടിമപ്പെട്ടത് കാരണമാണെന്ന് പറയുന്നു. ഇതുപോലെ എത്ര സംഭവങ്ങൾ, കൊലപാതകം, മോഷണം, വാഹനാപകടം, വ്യഭിചാരം തുടങ്ങിയ അനേകം അധർമ്മങ്ങളുടെ എല്ലാം നാരായ പേര് ഈ ലഹരിയാണ്. ഇതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാവർക്കും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടപ്പെട്ട അതോറിറ്റികളോ ഭരണകൂടമോ ആത്മാർത്ഥമായി അതിന് ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ലഹരിയുടെ ഉത്ഭവവും വിപണനവും പാടെ ഇല്ലായ്മ ചെയ്യാതെ രാജ്യങ്ങൾ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നതാണ് നാം കണ്ടുവരുന്നത്. ചില സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗം തന്നെ ഈ മദ്യവും ലഹരിയും ഒക്കെ തന്നെയാണ്. മദ്യത്തിനും ലഹരിക്കും പ്രവേശനം അനുവദിക്കാത്ത ചില ദ്വീപ് രാജ്യങ്ങളുടെ സമാധാനവും അവിടെ പോലീസ് സ്റ്റേഷൻ കാര്യമായിട്ട് പ്രവർത്തിക്കാനില്ല. ജയില് എപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്, ശൂന്യമായിട്ട് ജയിൽ അടഞ്ഞു കിടക്കുകയാണ്. പോലീസ് സ്റ്റേഷനും ജയിലിനൊന്നും ആവശ്യമില്ലാത്ത വിധം അത്രയും സമാധാനമാണ് ആ രാജ്യത്തുള്ള ജനങ്ങളുടെ ജീവിതം എന്ന് ഈ അടുത്ത് വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ദ്വീപ് രാജ്യങ്ങളിലേക്കും ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൽ ചില ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു കയറി ഇപ്പൊ അവിടെയും മദ്യം ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ മദ്യരഹിതമായിട്ടുള്ള ലഹരി വിമുക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ അവിടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കേണ്ടി വരുന്നില്ല, ജയിലുകൾ ഉണ്ടാക്കേണ്ടി വരുന്നില്ല. അത്രയും ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവുമാണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും അതിനെ നശിപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എത്ര വലിയ ഖേദപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം അതാണ്. ജനങ്ങൾക്ക് എല്ലായിടത്തും എപ്പോഴും സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്. സമ്പൂർണ്ണ ലഹരി വർജന വിപ്ലവം തീർത്തത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമിനെ പോലെ അത്രയും ലഹരിമുക്തമായിട്ടുള്ള ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ഒരു കൂട്ടർക്കും ഒരു വിഭാഗത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്ര സുന്ദരമായ ആശയമാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചത്. സൂറത്തു മാഇദയുടെ 90-91 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ഈ വിഷയം കൂടുതൽ വിശദീകരിച്ച് പറയേണ്ടതില്ലാത്തത് കൊണ്ടാണ് സൂചന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മുഅ്മിനീങ്ങളെ, കള്ളും ചൂതാട്ടവും വിഗ്രഹങ്ങളും ഈ പന്തയക്കുറികളും നാട്ടക്കുറികളും അതൊക്കെ പൈശാചിക പ്രവൃത്തിയിൽപ്പെട്ടതാണ്, മലിനമാണ്. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ അതിന് വെടിയണം. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കിട്ടണമെങ്കിൽ അതിനൊക്കെ നിങ്ങൾ വെടിയണം. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر. കണ്ണിലൂടെ ചൂതാട്ടങ്ങളിലൂടെ നിങ്ങൾക്കിടയിൽ പരസ്പരം വൈരാഗ്യവും ശത്രുതയും കോപവും സൃഷ്ടിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അടിമകൾക്ക് ഉണ്ടാകുന്നതില്ലെന്ന് ആ പിശാച് തടയുകയുമാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് നിസ്കാരം, അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് നിസ്കാരം ഉണ്ടാവില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ റബ്ബിനെ കുറിച്ച്, പടച്ചവനെ കുറിച്ച് പടപ്പുകൾക്ക് ഓർമ്മ ഉണ്ടാവുക, പ്രത്യേകിച്ച് നിസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നൊക്കെ അവരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്, തടയുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. ഇത്രയൊന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ അവസാനിപ്പിക്കണില്ല, നിർത്തുന്നില്ല ഈ പണി. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. പാടെ അതിനോടുള്ള വർജ്യത വ്യക്തമായി വിലക്ക് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സന്ദേശിക്കുകയാണ്. ഈ സന്ദേശമാണ് മക്ക, മദീന, അറബ് രാജ്യങ്ങളിലൊക്കെയും അലയടിച്ചത്. അതിൻ്റെതായ പരിശുദ്ധിയും ഗുണങ്ങളും അവിടെ ഇപ്പോഴും ഉണ്ട്. ഏത് രാജ്യത്ത് ലഹരി നിഷിദ്ധമായിട്ടുണ്ടോ ആ രാജ്യത്തൊക്കെയും നല്ല നിലക്ക് ജീവിച്ചു പോകാൻ ആളുകൾക്ക് കഴിയുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ ലഹരിക്ക് അനുമതി കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ അസമാധാനമാണ്. കാരണം ഈ ലഹരി കൊണ്ട് അത് ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമല്ല അതിന്റെ നഷ്ടം വരുന്നത് മൊത്തം എല്ലാവർക്കും, രാജ്യത്തിന് തന്നെ. എത്ര കോടിക്കണക്കിന് രൂപയാണ് രാജ്യം പാഴാക്കുന്നത്. ആ രാജ്യം പണം പാഴാക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം നാരായ വേര് കിടക്കുന്നത് ലഹരിയിലായിരിക്കും. ഈമാനുള്ള ആളുകൾ ചിന്തിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു താക്കീത് പറഞ്ഞു. ലാ യസ്നി സാനി ഇലാ യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിക്കുന്ന സമയത്ത് ഈമാൻ അവന്റെ ഹൃദയത്തിൽ ഉള്ള നിലയിൽ വ്യഭിചരിക്കൂല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മോഷണം നടത്തുന്നയാൾ ഈമാൻ അവന്റെ ഹൃദയത്തിൽ ഉള്ള അവസരത്തിൽ മോഷണം നടത്തൂല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. മദ്യപിക്കുന്നയാള്, ലഹരി ഉപയോഗിക്കുന്നയാള് അത് ഉപയോഗിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഈമാനുള്ളവർക്ക് അത് ഉപയോഗിക്കൂല. അതിന്റെ അർത്ഥം എന്താ? ഒരു പൂർണ്ണമായ മുഅ്മിനിന് ഈ പറഞ്ഞ പണിയൊന്നും ചെയ്യാൻ കഴിയില്ല. വ്യഭിചരിക്കാൻ കഴിയില്ല, മോഷണം നടത്താൻ കഴിയില്ല, മദ്യപിക്കാൻ കഴിയില്ല, ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ മുസ്ലിംകളിൽപ്പെട്ട ആളുകൾ, ഈ ഈമാനുള്ള ആളുകൾ എന്നല്ലേ ഇത് ചെയ്യുന്നതും ചോദിക്കുന്നുണ്ടോ? അവിടെയാണ് വ്യക്തമായി തിരുനബിയുടെ പാഠമുണ്ട്. ആ സമയത്ത് ഇവന്റെ ഈമാൻ ഹൃദയത്തിൽ ഊരിയെടുക്കപ്പെടും. ഈമാൻ ഉണ്ടാവില്ല. ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഊരപ്പെട്ട് ദൂരെ ഒരു പെൻഡിങ്ങിൽ വെക്കാൻ നമുക്ക് കേട്ടിട്ടില്ലേ? അതുപോലെ ഈമാൻ അവിടെ മാറി നിൽക്കുന്ന, ഇവന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമതായ റിട്ടേൺ ആവുക എന്നല്ലാണ്ട് ഈമാൻ അവന്റെ ഹൃദയത്തിൽ ഉള്ള നിലയിൽ ഈ പറഞ്ഞ വ്യഭിചാരം, മദ്യപാനം, മോഷണം എന്നുള്ളത് നടത്താൻ കഴിയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് അവരാരല്ല ശരിക്കും പറഞ്ഞാൽ ഈമാൻ അവരുടെ ഹൃദയത്തിലുള്ളവരല്ല.
അത്ര വലിയ ഭീകരമായിട്ടുള്ള എഫക്റ്റുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത്തരം കടുത്ത തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറണം. അത് നമ്മുടെ കുടുംബങ്ങൾ മാതാപിതാക്കളും മക്കളെ നോക്കണം എന്നൊക്കെ പറയണം. പക്ഷെ അവിടെ അല്ല അതിന്റെ കാര്യം കിടക്കുന്നത്. ഈ വസ്തുവിന്റെ ലഭ്യത ഇല്ലാതാക്കാൻ അതിന് ഏതൊക്കെ അതിന്റെ ഉത്ഭവ കേന്ദ്രം എവിടെയാണോ അവിടെ പോയിട്ട് റദ്ദ് ചെയ്യാൻ അതിന് നമുക്ക് കഴിയില്ല. ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ കഴിയില്ല. അത് തീർത്തും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ഈ ഒഴുകുന്ന പണത്തിന്റെ ചെറിയ ഒരു ശതമാനം ഇതിന്റെ ഉത്ഭവ സ്ഥലത്ത് തടയിടാൻ വേണ്ടി ഉപയോഗിച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു. നേതാക്കളുടെ പ്രസ്താവനയും അങ്ങനെ തന്നെയാണ്. ഈ സമയത്ത് അബ്ദുല്ലാഹി ഖത്താദ തങ്ങൾ പറയാണ്, മക്കളെ ലഹരിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത്. അത് ചെറുങ്ങനെ ഒന്ന് നുണഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ പോകും. നമ്മൾ നശിക്കും, നമ്മുടെ കുടുംബം നശിക്കും, അയൽവാസി നശിക്കും, സമൂഹം നശിക്കും, രാജ്യം നശിക്കും. ഇത് നമുക്ക് ഓർമ്മയിലും ആഴത്തിലും ഉണ്ടാവണം. അല്ലാഹുവിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളിലും ദൂഷ്യങ്ങളിലും നമ്മളെ അവൻ അകറ്റി നിർത്തട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ വ്യാപൃതമായി മുന്നോട്ട് പോകാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.